ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മക്കളെല്ലാവരും കൂടി വന്നിരിക്കുക. ആ സമയത്ത് വൈജ കിടന്നിങ്ങനെ തർക്കിക്കുകയാണ്. ബാലേന്ദ്രൻ വരട്ടെ, എന്നിട്ട് അലീനയെ പുറത്താക്കട്ടെ, ബാലേന്ദ്രൻ എന്നോട് എല്ലാ മാപ്പുകളും പറയട്ടെ, അതിനുശേഷം ഞാൻ തിരിച്ചു വരാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോള് നല്ല കിടിലൻ മറുപടി കൊടുക്കുകയാണ്. അതേ, അച്ഛൻ പിച്ചക്കാരനാവണം, എന്നാലേ അമ്മയോട് ക്ഷമയും ചോദിച്ചിട്ട് കാല് പിടിച്ചിട്ട് അമ്മയെ കൂട്ടിക്കൊണ്ട് പോകുള്ളൂ. വേണ്ടീ, എനിക്ക് അങ്ങോട്ട് വരണമെന്ന് ഒരു താല്പര്യമില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതെന്നേ? എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? ഇത് എൻ്റെ തറവാടാ, എനിക്ക് ഇവിടെ നിൽക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വൈജ പറയുകയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ വാശി പിടിക്കാൻ നിൽക്കരുത്, അമ്മ കൂടെ വരണം. ഇല്ല, അവളെ ആ ഒരുമ്പട്ടവൾ ആ വീട്ടിൽ നിന്ന് പോകാതെ ഞാൻ അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല. അപ്പം നമ്മുടെ മനു ചോദിക്കുന്ന, ആരാണ് ആൻറ്റി ഒരുമ്പട്ടവൾ? ആരാണ് നന്ദികേട് കാണിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക്, നീ മിണ്ടരുത്, നീ അവളുടെ പക്ഷത്താണ്, അതുകൊണ്ടാണല്ലോ അവളുടെ പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട മനു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, നിർത്താൻറ്റി, ആൻറ്റിയുടെ വായിൽ ഇത്രയും തരം താഴ്ന്ന വാക്കുകളെ വരുള്ളല്ലോ. അതുകൊണ്ട് ആൻറ്റി നിർത്തിക്കോ, ഇനി കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കേണ്ട, ഞാനൊന്നും പറയാനില്ല എന്ന് മനുവും പറയുക. ഇത് കേട്ടുകൊണ്ട് നിന്ന് നമ്മുടെ ഭവിതയാണെങ്കിൽ, എന്താ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനല്ലേ ഞങ്ങൾ വന്ന്, അമ്മയില്ലാതെ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകാനായിട്ട് പറ്റുമോ? അമ്മ ഞങ്ങളോടൊപ്പം വരണം. നടക്കില്ലെന്ന് പറഞ്ഞ് നടക്കില്ല. ഇത് കേട്ട ഭവിതയാണെങ്കിൽ, നടക്കണ്ട, വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ദേ മിണ്ടാണ്ട് പോകുന്നുണ്ടോ? ഓ, പരിഹസിക്കാനായിട്ട് വന്നിരിക്കുന്നു. എന്നെ കൊണ്ടുപോകാനായിട്ട് ഇനി ആരും ഇവിടെ തമ്പിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ പാട് നോക്കി പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് വൈജ നേരെ അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ വൈജ നേരെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും മനു ആണെങ്കിൽ, നിങ്ങളെ സങ്കടപ്പെടേണ്ട, ഏതായാലും അച്ഛനമ്മയും വരട്ടെ, അവർ വന്നു കഴിയാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം, അവരെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി തരും, നിങ്ങൾ തൽക്കാലം ഇവിടെ ഇരിക്കുക, അവർ വന്നിട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ വന്നിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ ഉറക്കത്തിൽ എന്തൊക്കെയോ പിച്ചിമ്പേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തോ ഒരു മനോവിഷമുള്ളതുപോലെ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പതിയെ ഇങ്ങനെ കണ്ണു തുറക്കുമ്പോൾ അതേ അലീന കൺമുന്നിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് തുറച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും, അത് അലീനയല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും, അതേ മുത്തശ്ശി, അലീന തന്നെയാണ്. മോളെ അലീനെ, നീ എപ്പോൾ വന്നടി മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, ഞങ്ങളെല്ലാവരും ഉണ്ട്, പിന്നെ ഞാനിങ്ങോട്ട് പോന്നു, അവർ അമ്മയും മക്കളൊക്കെ കൂടി സംസാരിക്കുക. അപ്പോൾ ഞാൻ മുത്തശ്ശിയെ കാണാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കയറി പോന്നതാ. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി, മുത്തശ്ശി ഉറങ്ങുന്നതാണ് കണ്ടത്. ഉറങ്ങട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഉറക്കം ഒഴിയുന്നത് വരെ ഞാനിവിടെ തന്നെ നിന്നു. ഇപ്പം മുത്തശ്ശി കണ്ണുറന്നപ്പോൾ എന്നെ തന്നെയല്ലേ കണ്ടതിൽ വളരെയേറെ സന്തോഷം മോളെ എന്ന് പറയുകയാണ്. എന്താ മുത്തശ്ശിക്ക് എന്തൊക്കെയോ സങ്കടം ഉണ്ടെന്ന് തോന്നുന്നല്ലോ? ഹേയ്, എനിക്കൊന്നുമില്ല. എന്താ, നീ വൈജിയെ കണ്ടോടി മോളെ ചോദിച്ചപ്പോഴേക്കും, അയ്യോടാ, പിന്നെ മേഡത്തെ കാണാതെ? ഓ, മാഡം, എന്താന്നേ അങ്ങനെ പറയുന്നത്, ഒരു മാഡം എന്നൊക്കെ? ഓ, എനിക്കിവിടെ വന്നതിൽ പിന്നെ ഒരു സ്വസ്ഥതയും സമാധാനം ഒന്നുമില്ല. എന്താ മുത്തശ്ശി, കമലാൻറ്റി നന്നായിട്ട് നോക്കുന്നില്ലേ? ഇപ്പം അങ്കിളും ഇവിടെ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കമലാൻറ്റി നന്നായിട്ട് തന്നെ നോക്കുമല്ലോ. ഓ, എന്നാ നോക്കാനാ മോളെ, നീ നോക്കുന്നത് പോലെ ആവില്ലല്ലോ വേറെ ആരും നോക്കുന്നത്. എനിക്കേ വല്ലാത്ത സങ്കടം തോന്നുന്നു, അതാ ഞാൻ ചോദിച്ചത്. എന്താണ് മുത്തശ്ശിയുടെ സങ്കടം? എന്താണെന്ന് നമുക്ക് പരിഹരിക്കാൻ തന്നെ ചെയ്യാലോ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി, മോളെ, നിന്നോടെ ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം എന്നോട് ക്ഷമിക്കണം മോളെ, നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. അയ്യോ, എന്താ മുത്തശ്ശി ഇങ്ങനെ പറയുന്നേ? അതിന് മുത്തശ്ശി എന്നോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എന്നെ സ്നേഹിച്ചിട്ട് മാത്രമല്ലേ ഉള്ളൂ. എന്നെ എല്ലാവരും വെറുക്കുമ്പോഴും മുത്തശ്ശി എന്നെ സ്നേഹിച്ച് കൂടെ ചേർത്ത് നിർത്തി. അപ്പോൾ പിന്നെ മുത്തശ്ശി എന്നോട് എന്ത് ദ്രോഹം ചെയ്തെന്നായി പറയുന്നത്? എന്നോട് ഒന്നും ചെയ്തിട്ടില്ല. മുത്തശ്ശിയോട് ഞാൻ അങ്ങനെ തന്നെ അല്ലായിരുന്നോ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, എന്നാലും മോളെ, എന്തെന്നാലും മുത്തശ്ശി ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ? മുത്തശ്ശി എന്നെ ചേർത്തല്ലേ പിടിച്ചിട്ടുള്ളൂ. അതൊക്കെ ശരി തന്നെയാണ്. എന്നിട്ട് മോളെ കണ്ടിട്ട് വൈജി എന്ത് പറഞ്ഞു ചോദിച്ചപ്പോഴേക്കും, എന്നോടൊന്നും പറഞ്ഞില്ല. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മാഡത്തിന് വല്ലാത്തൊരു അരിശുമായിരുന്നു, ദേഷ്യവും. അതുകൊണ്ട് ഞാനവിടെ കൂടുതൽ നേരം നിന്നില്ല, നേരെ ഇങ്ങോട്ട് മുത്തശ്ശിയെ കാണാനെന്ന രീതിയിൽ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. മുത്തശ്ശി വിചാരിച്ചല്ലേ ഇനി ഒരിക്കലും എന്നെ കാണാൻ പറ്റില്ലെന്ന്? അങ്ങനെയൊന്നും വിചാരിച്ചില്ല. എനിക്കറിയായിരുന്നു എന്നെ കാണാനായിട്ട് അലീന മോൾ ഇങ്ങോട്ട് വരുമെന്ന്. അതും പ്രതീക്ഷ തന്നെയായിരുന്നില്ലേ ഞാൻ നിൽക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും അലീനയും കൂടി സംസാരിക്കാം. ഈ സമയം തന്നെ നമ്മുടെ വൈജ ബബിതയെയും കൃഷ്ണമോളെ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ രോഹിത് എവിടെ?
അവനോട് വരാൻ പറ. എന്തിനാ അമ്മേ? എന്തിനാണെന്ന് പറഞ്ഞാൽ മാത്രം വരുള്ളൂ. അവനോട് വരാൻ പറ. ഓ, എന്നെ കൊണ്ടൊന്നും പറ്റിയൊന്നുമില്ല. അവനെ ഞാൻ വിളിച്ചാണല്ലോ, എന്നിട്ട് അവനെ ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലേ? പക്ഷെ എന്തിനാന്ന് പറയുന്നേ? വന്നില്ലേ വരണ്ട, ആരും ഇവിടെ നിൽക്കാൻ വേണ്ട, നിങ്ങൾ പോകാൻ നോക്ക്. അപ്പോഴേക്കും രോഹിത് വരികയാണ്. നീ ആ കഥക്ക് അങ്ങോട്ട് അടച്ചിട്ടെ. അങ്ങനെ കഥ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ അമ്മേ, അമ്മയുടെ പ്രശ്നം എന്താ, അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കാണോ പ്രശ്നം? അതേടാ, എനിക്ക് തന്നെ പ്രശ്നം. അവളില്ലേ അലീന, അവളുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീന ചേച്ചി അതിനെ എന്ത് ചെയ്തമ്മേ? അമ്മയുടെ ഒരു ദ്രോഹം അലീന ചേച്ചി ചെയ്തില്ലല്ലോ. അമ്മ ഒരു കാര്യം പോലും ചിന്തിക്കാതെ, മക്കളുടെ കാര്യം പോലും അമ്മ ചിന്തിക്കാറുണ്ടോ? ഞാനുണ്ട്, കൃഷ്ണമോളുണ്ട്, അച്ഛനുണ്ട്, ഇവരോടൊക്കെ ഒരു വാക്ക് പോലും പറയാതെ അമ്മ ഒരു വേലക്കാരി എന്ന രീതിയിൽ അവിടെ വിട്ട് ഇറങ്ങിയിരിക്കുക. നാട്ടുകാർ കണ്ടാൽ എന്ത് പറയും? അമ്മയുടെ മക്കളോട് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലെന്നല്ലേ പറയുള്ളൂ. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ, ഞാൻ ബബിതയോട് പറഞ്ഞിട്ടാണ് വന്നത്. ബബിത മാത്രമുള്ളൂ അമ്മയ്ക്ക് മോളായിട്ട്. അതും ബബിത ചോദിച്ചിട്ടല്ല അമ്മ പറഞ്ഞത്, അല്ലെങ്കിൽ പറയുമായിരുന്നോ? ആരോടൊരു വാക്ക് പോലും മിണ്ടാതെ അവരൊന്നും അറിയാത്ത രീതിയിൽ അമ്മ അവിടെ നിന്ന് പോയി കളയില്ലേ? പിന്നെ അമ്മ എവിടെയാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ട വരില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്കതൊന്നും കേൾക്കണ്ട. നിങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ അവളുണ്ടല്ലോ, അലീന. അവള് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കേട്ടാൽ മതി. അവള് നിങ്ങൾ സംരക്ഷിച്ചോളൂ എല്ലാ രീതിയിലും കൊണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രോഹിത്താണെങ്കിൽ അമ്മ അങ്ങനെ സംസാരിക്കരുത് അമ്മേ. ദേ അലീന ചേച്ചി അവിടെ വേലക്കാരി മാത്രമല്ലല്ലോ, അച്ഛൻ്റെ മകളും കൂടിയല്ലേ? അതേടാ, അച്ഛൻ്റെ മകളും കൂടിയാ. അവിഹിത സന്തതി. അവളെ കണ്ട് അവളെ ആശ്വസിപ്പിച്ച് ഞാൻ ആ വീട്ടിൽ നിൽക്കണം. എൻ്റെ ആത്മാഭിമാനത്തിന് പറ്റാത്ത കാര്യമാണ് നിങ്ങളീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വൈജയ്ക്ക് ഒരു പേടിയില്ല. നാണം കെട്ട് ആ വീട്ടിൽ കഴിയാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തുമില്ല. ഞാനേ പല പ്രാവശ്യം പറഞ്ഞു അവളെ അവിടെ നിന്ന് ഇറക്കി വിടെന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ആരും കേട്ടില്ല. അമ്മേ, അലീന ചേച്ചി അമ്മയോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അച്ഛൻ്റെ മോളായിപ്പോയി. പിന്നെ അലീന ചേച്ചിയെ കളയാൻ പറ്റുമോ? പിന്നെ അച്ഛൻ അമ്മയോടും ദ്രോഹം ചെയ്തിട്ടില്ല. കല്യാണത്തിന് മുമ്പ് അച്ഛൻ ഇങ്ങനൊരു മോളുണ്ടായി, അത് അറിയാനും കൂടി പാടില്ലായിരുന്നു. ഈ ഇടക്കായിരുന്നു ആ ഒരു കുഞ്ഞ് ഓർഫനേജിൽ ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ അലീന ചേച്ചിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീന ചേച്ചിയെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഭക്ഷണവും വെള്ളവും താമസ സൗകര്യവും ഡ്രസ്സൊക്കെ കൊടുത്തു. അത് ഇത്ര വലിയ തെറ്റാണോ അമ്മേ എന്ന് ബബിത ചോദിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ അതൊന്നും തെറ്റായിരിക്കില്ല, പക്ഷേ എന്നോട് ചെയ്ത ചതിയാണ് നിങ്ങളുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അച്ഛനോട് എനിക്ക് ഈ ജന്മത്ത് ക്ഷമിക്കാനായിട്ട് കഴിയില്ല. അവളെ പല പ്രാവശ്യം അവിടെ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞപ്പോഴേക്കും ഇറക്കി വിട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് ഞാൻ ക്ഷമിച്ചാനായിരുന്നു. പക്ഷേ ഇതൊന്നും നടന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കിനി അതിനെക്കൊണ്ട് പറ്റില്ല എന്ന രീതിയിൽ തന്നെ പറയുകയാണ്. അമ്മയോട് ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വേണ്ട, പറയണ്ട. നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ നോക്ക്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. ദേ, കമല വരുന്നതിന് മുമ്പ് സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ കമലയുടെ വായിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ കേൾക്കേണ്ടി വരും. പിന്നെ നാണം കിട്ടി ഈ പടി ഇറങ്ങേണ്ടി വരും. എനിക്ക് അത്രയും മാത്രം പറയാനുള്ളൂ. അന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ കമലയും ഭർത്താവും വരിക. അവർ വണ്ടി വന്ന് ഇറങ്ങാൻ നേരത്ത് ദേ ബാലേന്ദ്രൻ്റെ വണ്ടിയാണ് കിടക്കുന്നത്. കമലേ, ഇത് ബാലേന്ദ്രൻ്റെ ജ്വല്ലറിയിലെ വണ്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കൊന്നും അറിയാനായിട്ട് പാടില്ല. ഇനിയിപ്പോൾ ബാലേന്ദ്രൻ വന്നിട്ടുണ്ടാവോ? വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. അവളെയും കൊണ്ട് പോട്ടെ, ആ വൈജയെയും കൊണ്ട്. എങ്ങനെയെങ്കിലും വൈജി ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. ഇതെന്താണ് കമല നീ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ വൈജിയുടെ മുന്നിൽ നീ എന്തൊക്കെയാണ് സംസാരിച്ചത്? ബാലേന്ദ്രൻ്റെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കരുത്, ബാലേന്ദ്രൻ പറയുന്ന ഒരു കാര്യവും അംഗീകരിച്ച് കൊടുക്കാനായിട്ട് പാടില്ല എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്? അതെന്താ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഞാൻ പറഞ്ഞതിന് എന്താ കുഴപ്പം? അങ്ങനെ തന്നെയാണ് വേണ്ടത്. ബാലേന്ദ്രൻ കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങൾക്കും കൂട്ടു നിൽക്കണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ വൈജയ് ഇവിടെ നിർത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അവൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കമലയും അതേപോലെ തന്നെ ശിവനും കൂടി നേരെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഭവിത പറയാണ്, മനുവേട്ടാ ഇവിടെ ക്യാരംസ് ബോർഡ് ഉണ്ടോ മനുവേട്ടാ? പിന്നെന്താ, ക്യാരംസ് ബോർഡ് ഉണ്ടല്ലോ, പക്ഷെ അതിൽ കായില്ല, കുറവാന്നേ. അതിനിപ്പോൾ എന്ത് ചെയ്യാനാടേ? എന്താ മനുവേട്ട ബാക്കി കായ് തിന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും തിന്നു, കുറച്ചും കൂടി ഉണ്ട് ബാക്കി, നീയും കൂടി തിന്നോ. മനുവേട്ടൻ പോയി കുറച്ച് ക്യാരംസിൻ്റെ കായ് ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഉള്ളത് വെച്ച് അങ്ങോട്ട് കളിച്ചാൽ പോരെ? പറ്റില്ല, എനിക്കുള്ളത് വെച്ച് കളിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ
കമലയെയും അതേപോലെ തന്നെ ശിവനെയും കാണുകയാണ് ബാക്കി എല്ലാവരും. അപ്പോൾ അവർ ചാടി എണീറ്റിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ കമല ചോദിക്കണം, എല്ലാവരും ഉണ്ടല്ലോ, ഇതെന്താ എല്ലാവരും കൂടി വന്നത് ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ ചോദിക്കണം, മോളെ മക്കൾ നിങ്ങളെന്താ പെട്ടെന്ന് വന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അത് അമ്മയെ അന്വേഷിച്ച് വന്നാണ്. എങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കാറുന്നില്ല, അതെന്താ അങ്കളെ ഞങ്ങളിവിടെ വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അയ്യോ, ഇത് നിങ്ങളുടെയും കൂടി വീടല്ലേ, അങ്ങനെ ഇഷ്ടപ്പെടായികയൊന്നുമില്ല. കാരണം ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വൈജി ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് വന്നാൽ പോരായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? ഇല്ല, എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങോട്ടാണോ അല്ലാന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്, ഒന്ന് വിളിച്ചിട്ട് വന്നാൽ പോരായിരുന്നോ എന്ന്. ഇപ്പം മനസ്സിലായില്ല കാര്യങ്ങളൊക്കെ. എന്നിട്ട് വൈജിയെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. പക്ഷെ അമ്മ വരാനായിട്ട് കൂട്ടാക്കുന്നില്ല. അമ്മ ഓരേ നിർബന്ധമാണ്, ഇവിടെ തന്നെ നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കമലയാണെങ്കിൽ എങ്ങനെയെങ്കിലും വിളിച്ചുകൊണ്ട് പോയേക്കണം നിങ്ങളുടെ അമ്മയെ. നിങ്ങളുടെ അമ്മ നിൽക്കേണ്ടത് നിങ്ങളുടെ കൂടെയല്ലേ, അല്ലാണ്ട് ഇവിടെ വന്നല്ലല്ലോ നിൽക്കേണ്ടത്. നിങ്ങൾക്ക് വെച്ച് വിളമ്പിയും നിങ്ങളെ സ്നേഹിച്ചൊക്കെയാണ് അവിടെ കഴിയേണ്ടത്, അല്ലാതെ ഇവിടെയല്ല നിൽക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കമലാൻറ്റിക്ക് ഒന്ന് പറഞ്ഞൂടെ ഞങ്ങളോടൊപ്പം വരാനായിട്ട്? എനിക്ക് പറയാനായിട്ട് പറ്റുമോ വൈജിയോടും എല്ലാ കാര്യവും? കാരണം വൈജിയുടെ തറവാടല്ലേ ഇത്, അതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. നിങ്ങൾ തന്നെ വേണം കാര്യങ്ങളെല്ലാം സംസാരിക്കാനായിട്ട് എന്ന് അവിടെ പറയാം. അപ്പോൾ നമ്മുടെ കമല നോക്കാൻ നേരത്ത് മനുവും ഈ അലീനയും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ കമലയ്ക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കമല എടുത്ത് വായിക്കും, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇവളെയും കൊണ്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന ചേച്ചിയാണ് പറഞ്ഞത് അമ്മയെ കൂട്ടിക്കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാമെന്ന്, കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇങ്ങോട്ട് വരാമെന്ന്. പിന്നെ ഞങ്ങളും അലീന ചേച്ചി ഇങ്ങോട്ട് വരാമെന്ന് നിർബന്ധിച്ചൊന്നുമില്ല, പക്ഷെ ഞങ്ങളാ പറഞ്ഞത് അലീന ചേച്ചി കൂടി കൂടെ വരാൻ, ഞങ്ങൾക്കൊരു ധൈര്യം എന്ന രീതിയിൽ. അത് ശരി, അത് കൊള്ളാലോ, ഇവളെ ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്ക് തീരെ ഇഷ്ടമൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ കമല പറയുകയാണ്. അപ്പോഴേക്കും ഏതായാലും ആൻറ്റി ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നവുമില്ല, അമ്മയും കൊണ്ടല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകൂല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതിന് വൈജ വരാൻ തയ്യാറല്ലല്ലോ, പിന്നെന്ത് ചെയ്യും? വരട്ടെ, അമ്മ വരാൻ തയ്യാറാവട്ടെ, അതുവരെ ഞങ്ങൾ ഇവിടെ കഴിയും, അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനായിട്ട്. കൂടെ അലീന ചേച്ചിയോ ഉണ്ടാകും, അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശിവനാണെങ്കിൽ അതിനെന്താ മക്കളെ, നിങ്ങൾ എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിച്ചോ, അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അലീനയാണെങ്കിൽ അങ്ങളെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അതെ വന്നിട്ട് ഇവരൊന്നും കഴിച്ചില്ല, പിന്നെ കമല മേഡത്തോട് ചോദിക്കാതെ എങ്ങനെയാണ് അടുക്കളയിൽ കയറുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിവിടെ തന്നെ ഇങ്ങനെ നിന്നത്. അതിനെന്താ മക്കളെ, നീ പോയി അടുക്കളയിൽ കയറിക്കോ, ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിക്കോ, എല്ലാ സാധനങ്ങളുണ്ട്. ഇന്നലെയാണ് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് സകല സാധനങ്ങളും മേടിച്ചത്, അതുകൊണ്ട് എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അടുക്കളയിൽ ഇരിപ്പുണ്ട്. പിന്നെ ഇവരെ മേയ്ക്കാനായും ഒരാൾ വേണ്ടേ? പിന്നെ കമലേ, നിനക്ക് ജോലി ഭാരം ഒഴിഞ്ഞു, നീ ഇവളെ ഒരു വേലക്കാരിയായിട്ട് കണ്ടാൽ മതി, ഇവിടെ വേലക്കാരി ഇല്ലല്ലോ, അതുകൊണ്ട് വെച്ച് വിളമ്പി എല്ലാം തന്നോളൂ ഇവള്, നന്നായിട്ട് കുക്ക് ചെയ്യുന്നവളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ശിവനും സന്തോഷത്തോട് പറയുകയാണ്. അപ്പോൾ കമല കരീശ്യം വരികയാണ്, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, ഞാൻ പറഞ്ഞാലൊന്നും ആരും കേൾക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കമല പോവുകയാണ്. അപ്പോഴേക്കും അങ്കളെ എന്നാൽ പിന്നെ ഞാൻ കിച്ചണിലോട് കയറിക്കോട്ടെ? തീർച്ചയായിട്ടും കയറിക്കോ, ആദ്യം തന്നെ നല്ലൊരു ഉഗ്രൻ ചായ ഉണ്ടാക്കി, അതിനുശേഷം മതി ബാക്കിയെല്ലാം. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന നേരെ അടുക്കളയിലേക്ക് കയറി പോവുകയാണ്. അപ്പോഴേക്കും മനുവിനോട് ബബിത പറയാണ്, മനുവേട്ടാ അതെ കേരംസ് ബോർഡ് മേടിച്ചുകൊണ്ട് വരാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയാം. പക്ഷേ അലീനയെക്കുറിച്ച് തന്നെ ഓർക്കുകയാണ് നമ്മുടെ മനു. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.